നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ 35 ദിവസത്തെ സമരം നയിച്ച് വിജയിച്ചതിനു പിന്നാലെ ഉയരുന്ന ചോദ്യം ഇതാണ്: CJP ഉടനടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ? കേന്ദ്രമന്ത്രിമാരുമായുള്ള ചർച്ചയിൽ പങ്കെടുത്ത സംഘടനാ വക്താക്കളായ അശുതോഷ് റാങ്കയും സൗരവ് ദാസും ഇക്കാര്യത്തിൽ NDTVയോട് മനസ്സ് തുറന്നു. ഇന്ത്യയിൽ ഒന്നിനോടും ഒരിക്കലും ഇല്ല എന്ന് പറയരുത്. പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളിൽ ഒരാൾ നൽകിയ മറുപടിയാണിത്. നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയ്ക്കെതിരെ സംഘടന നടത്തിയ മാസങ്ങൾ നീണ്ട ശക്തമായ പ്രക്ഷോഭത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ രാജിവെച്ചിരുന്നു. എന്നാൽ തൽക്കാലം പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ പദ്ധതിയില്ലെന്നും യുവാക്കളുടെ നേതൃത്വത്തിലുള്ള താഴെത്തട്ടിലുള്ള പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്നും CJP വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരേയൊരു കാര്യം വീട്ടിൽ പോയി ഉറങ്ങുക, കുറച്ച് വിശ്രമിക്കുക, കുടുംബത്തെ കാണുക എന്നതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 2 മാസമായി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കണം. ഇതെല്ലാം ഞങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നുന്നു. ഇത് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വലിയൊരു ആശ്വാസത്തിൻ്റെയും നിമിഷമാണ്. അതിനുശേഷം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം, റാങ്ക പറഞ്ഞു. രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായും ഒഴിവാക്കുകയാണോ എന്ന നേരിട്ടുള്ള ചോദ്യത്തിന് ഇന്ത്യയിൽ ഒന്നിനോടും ഇല്ല എന്ന് പറയരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്നാൽ പൂർണ്ണസമയ രാഷ്ട്രീയം സംഘടനയുടെ അടിയന്തര ലക്ഷ്യമല്ലെന്ന് സൗരവ് ദാസ് വ്യക്തമാക്കി. ഈ പ്രസ്ഥാനത്തെ താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് നിലവിൽ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. കാരണം രാജ്യത്ത് ഇതിനോടകം തന്നെ 750ഓളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എന്നാൽ അവയിലൊന്നും യുവാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഏതായാലും നേതാവ് ആരായാലും അവർക്ക് യുവാക്കൾക്കായി പ്രവർത്തിക്കേണ്ടി വരുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തെ താഴെത്തട്ടിൽ ശക്തമാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ദാസ് പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിലെ പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ദിവസമാണ് ഈ പ്രസ്താവനകൾ വന്നത്. കഴിഞ്ഞ 10 ദിവസത്തെ സംഭവവികാസങ്ങൾ ഏറെ വേദനിപ്പിച്ചുവെന്നും ഇത് തന്റെ വ്യക്തിപരമായ അഭിമാനത്തിന്റെ പ്രശ്നമല്ലെന്നും രാജിക്കത്തിൽ പ്രധാൻ വ്യക്തമാക്കിയിരുന്നു. ദേശവിരുദ്ധ ശക്തികൾ സാഹചര്യം മുതലെടുക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും രാജ്യത്തിന്റെ ഐക്യം നിലനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാരിന്റെ ഭരണകാലത്ത് ഒരു പൊതുവിവാദത്തെ തുടർന്ന് രാജിവെക്കുന്ന 2ാമത്തെ പ്രധാന കേന്ദ്രമന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. 2018 ചില വെളിപ്പെടുത്തലുകളെ തുടർന്ന് വിദേശകാര്യ സഹമന്ത്രി MJ അക്ബർ രാജിവെച്ചതാണ് ഇതിനു മുമ്പ് നടന്ന സമാന സംഭവം. ജൂൺ 20 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJP ആരംഭിച്ച അനിശ്ചിതകാല സമരത്തോടുള്ള സർക്കാരിന്റെ നിലപാടിൽ വന്ന വലിയൊരു മാറ്റമാണ് ഈ രാജി. മുൻ ആപ് പ്രവർത്തകൻ അഭിജിത് ദിബ്കയുടെ നേതൃത്വത്തിൽ മെയ് മാസത്തിൽ ഒരു പരിഹാസ രീതിയിൽ ആരംഭിച്ച ഓൺലൈൻ പ്രചരണമാണ് പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭമായി മാറിയത്.